ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂവി ടോക്സ് ആൻഡ് റിവ്യൂവിൻ്റെ പുതിയൊരു വീഡിയോ ഇട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇപ്പോൾ നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് ലാലേട്ടൻ നായകനായിട്ടെത്തിയ എമ്പുരാൻ, സൽമാൻ ഖാൻ നായകനായിട്ടെത്തിയ സിക്കന്ദർ, വീരധീര സൂരൻ, മാർട്ട് സ്ക്വയർ, റോബിൻ ഹുഡ് തുടങ്ങി ഈ ആഴ്ചയും കഴിഞ്ഞ ആഴ്ച തിയേറ്ററിലെത്തിയ ഏറ്റവും പുതിയ സിനിമയുടെ ലേറ്റസ്റ്റ് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടാണ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. മലയാളത്തിൽ നിന്ന് തമിഴിൽ നിന്നും തെലുങ്കുന്നൊക്കെയായിട്ട് നിരവധി ചിത്രങ്ങൾ തിയേറ്ററിലെത്തിയെങ്കിലും വലിയ വിജയങ്ങൾ പല സിനിമയ്ക്ക് സ്വന്തമാക്കാൻ സാധിച്ചിട്ടില്ല. ഇതൊക്കെയാണ് നേരെ വീഡിയോയിലോട്ട് പോകാം. കഴിഞ്ഞ ആഴ്ച തിയേറ്ററിലെത്തിയ ഒന്നാമത്തെ ചിത്രം വിക്രം നായകനെത്തിയ വീരധീര സൂര്യൻ എന്ന് പറയുന്ന സിനിമയായിരുന്നു. മലയാളത്തിന് സ്വന്തം സുരാജിന്റെ ആദ്യ അരങ്ങേറ്റ ചിത്രം എന്ന പ്രത്യേകത ഈ ഒരു സിനിമയ്ക്കുണ്ടായിരുന്നു. എസ് സൂര്യൻ ചിത്രത്തിൽ മറ്റൊരു കേന്ദ്ര കഥാപാത്രമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ചിത്രം ഡയറക്ട് ചെയ്തിട്ടുണ്ടായിരുന്ന SU അരുൺകുമാർ ആയിരുന്നു. 7ാം ദിനമായിട്ടുള്ള ചിത്രത്തിന്റെ ഇന്നലത്തെ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ഇന്ത്യൻ ബോക്സ് ഓഫീസിനായിട്ട് ചിത്രം ഏകദേശം 1,80,00,000 സ്വന്തമാക്കിയിട്ടുണ്ട്. ചിത്രത്തിന്റെ 7 ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ചിത്രം ഏകദേശം 34,30,00,000 സ്വന്തമാക്കി. ചിത്രത്തിന്റെ 8ാം ദിനമായിട്ടുള്ള ഇന്നത്തെ ട്രാക്കിംഗ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ഏകദേശം 1.5 കോടിക്കടുത്തുള്ള തുക മാത്രമാണ് ചിത്രത്തിൽ ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്ന് സ്വന്തമാക്കാൻ സാധിച്ചതെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ചിത്രത്തിന്റെ ഇന്നത്തെ ഫൈനൽ കളക്ഷനോടെ പുറത്തു വരുമ്പോൾ, അതായത് വേൾഡ് വൈഡ് കളക്ഷൻ 8 ദിവസത്തെ പുറത്തു വരുമ്പോൾ ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനായിട്ട് 35 കോടി പിന്നിടുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ആഴ്ച തിയേറ്ററിലെത്തിയ മറ്റൊരു ചിത്രം നോക്കിയാൽ സൽമാൻ ഖാൻ കേന്ദ്ര കഥാപാത്രത്തെത്തിയ സിക്കന്ദർ എന്ന് പറയുന്ന സിനിമയാണ്. ചിത്രത്തിന്റെ സമ്മിശ്ര അഭിപ്രായങ്ങൾ മാത്രം നേടിയെടുക്കാൻ സാധിച്ചുകൊണ്ട് തന്നെ ചിത്രം ബോക്സ് ഓഫീസിൽ ആദ്യ 2 ദിവസം മികച്ച മുന്നേറ്റം നടത്തി പിന്നീട് അങ്ങോട്ട് തകർന്നു പോകുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. 4ാം ദിവസമായിട്ടുള്ള ചിത്രത്തിന് ഇന്നലെ ഇന്ത്യൻ ബോക്സ് ഓഫീസിനായിട്ട് സ്വന്തമാക്കാൻ സാധിച്ചിരിക്കുന്ന ഏകദേശം 10 കോടിക്കടുത്തുള്ള തുക മാത്രമാണ്. ചിത്രത്തിന്റെ ആദ്യ 4 ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ 123,75,00,000 രൂപയാണ്. ഇന്ത്യൻ ബോക്സ് ഓഫീസിനായിട്ട് 88,75,00,000 സ്വന്തമാക്കിയ ചിത്രം ഓവർസീസിൽ നിന്നായിട്ട് 35 കോടി രൂപ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. ചിത്രത്തിന്റെ 5ാം ദിനമായിട്ടുള്ള ഇന്നത്തെ ട്രാക്കിംഗ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തുവരുമ്പോൾ ഏകദേശം 7 മുതൽ 8 കോടി രൂപ വരെ ചിത്രത്തിന് ഇന്ത്യൻ ബോക്സ് ഓഫീസിനായിട്ട് സ്വന്തമാക്കാൻ സാധിക്കുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ചിത്രത്തിന്റെ ആദ്യ 5 ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തുവരുമ്പോൾ ചിത്രം ഏകദേശം 135 കോടി പിന്നീടെന്ന് ഉറപ്പിക്കാം. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ആഴ്ച തിയേറ്ററിലെത്തി ഇപ്പോഴും 2ാം വാരത്തിൽ ബോക്സ് ഓഫീസിൽ വമ്പം വിജയം നേടിയ ചിത്രം ഏത് നോക്കുകയാണെങ്കിൽ ലാലേട്ടൻ നായകനെത്തിയ നമ്മുടെ സ്വന്തം മലയാളത്തിലെ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയാണ്. ഇന്ത്യൻ സിനിമയ്ക്ക് മുമ്പിൽ മലയാള സിനിമയ്ക്ക് അഭിമാനകരമായിട്ടുള്ള നേട്ടം തന്നെയാണ് എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ ഓരോ ദിനവും സ്വന്തമാക്കിക്കൊണ്ടിരിക്കുന്നത്. 7ാം ദിനമായിട്ടുള്ള ഇന്നലത്തെ ചിത്രത്തിന്റെ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ചിത്രം ഏകദേശം ഇന്ത്യൻ ബോക്സ് ഓഫീസിനായിട്ട് 5 കോടി പിന്നിട്ട ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനായിട്ട് 7 കോടി രൂപ സ്വന്തമാക്കിയിട്ടുണ്ട്. ചിത്രത്തിന്റെ ആദ്യ 7 ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ചിത്രം 230 കോടി രൂപ പിന്നിട്ടതായിട്ട് ഇപ്പോൾ അറിയാൻ സാധിച്ചിട്ടുണ്ട്. ഓവർസീസിൽ നിന്ന് മാത്രമായിട്ട് ചിത്രം ഏകദേശം 130 മുതൽ 140 കോടി രൂപ വരെ സ്വന്തമാക്കിയ ചിത്രത്തിന്റെ ഇന്ത്യൻ ഗ്രോസ് കളക്ഷൻ 92 കോടി രൂപയോളമാണ്. ചിത്രത്തിന്റെ 8ാം ദിനമായിട്ടുള്ള ഇന്നും ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ വൻ ചലനമാണ് സൃഷ്ടിക്കുന്നത്. കേരളത്തിൽ നിന്ന് മാത്രം 5 കോടി ചിത്രം ഇന്നും സ്വന്തമാക്കുന്ന ഉറപ്പിച്ച ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസായിട്ട് ഇന്നും 10 കോടി രൂപ സ്വന്തമാക്കി. ഈ ഒരു വീക്കെൻഡിൽ തന്നെ 250 കോടി സ്വന്തമാക്കുന്ന കണ്ടു തന്നെ അറിയാം. അപ്പം എന്തൊക്കെയാണ് കാത്തിരിക്കുക എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയുടെ വരും ദിവസങ്ങളിലെ കളക്ഷൻ റിപ്പോർട്ടുകൾക്കായിട്ട്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ആഴ്ച തിയേറ്ററിലെത്തിയ മറ്റൊരു ചിത്രമായിരുന്നു നിതിൻ കേന്ദ്ര കഥാപാത്രമായിട്ടെത്തിയ റോബിൻ ഹുഡ് എന്ന് പറയുന്ന സിനിമ. വലിയ പ്രതീക്ഷയുള്ള തിയേറ്ററിലെത്തിയ ചിത്രം ബോക്സ് ഓഫീസിൽ വൻ പരാജയം ഏറ്റുവാങ്ങുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. നിതിനൊപ്പം തന്നെ ശ്രീലീല നായികയായിട്ടെത്തിയ ചിത്രം തെലുങ്ക് ബോക്സ് ഓഫീസിൽ വൻ ദുരന്തമായിട്ട് മാറുകയാണ്. 6ാം ദിനമായിട്ടുള്ള ചിത്രത്തിന്റെ ഇന്നലത്തെ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ഏകദേശം 54 ലക്ഷം രൂപ മാത്രമാണ് ചിത്രത്തിന് സ്വന്തമാക്കാൻ സാധിച്ചിരിക്കുന്നത്. ചിത്രത്തിന്റെ ആദ്യ 6 ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനായിട്ട് ചിത്രം 11,50,00,000 രൂപ സ്വന്തമാക്കിയിട്ടുണ്ട്. 7ാം ദിനമായിട്ടുള്ള ഇന്നത്തെ ട്രാക്കിംഗ് കളക്ഷൻ റിപ്പോർട്ടും പുറത്തു വരുമ്പോൾ ചിത്രത്തിന് ഏകദേശം 50 ലക്ഷത്തിന് താഴെയുള്ള ഒരു കളക്ഷൻ മാത്രമാണ് സ്വന്തമാക്കാൻ സാധിക്കുന്നതാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. അതോടൊപ്പം തന്നെ തെലുങ്ക് ബോക്സ് ഓഫീസിൽ വൻ വിജയമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് മറ്റൊരു തെലുങ്ക് ചിത്രം മാർട്ട് സ്ക്വയർ എന്ന് പറയുന്ന ഏറ്റവും പുതിയ തെലുങ്ക് ചിത്രമാണ്. കഴിഞ്ഞ ആഴ്ച തിയേറ്ററിലെത്തി വൻ വിജയം തന്നെ ചിത്രം സ്വന്തമാക്കുകയാണ്. 6ാം ദിനമായിട്ടുള്ള ചിത്രത്തിന്റെ ഇന്നലത്തെ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ വർക്കിൻ്റെയും മികച്ച വിജയമാണ് ചിത്രം സ്വന്തമാക്കിക്കൊണ്ടിരിക്കുന്നത്. 1,82,00,000 രൂപയോളം ചിത്രത്തിൽ ഇന്നലെ മാത്രം സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇന്ത്യൻ ബോക്സ് ഓഫീസിനായിട്ട് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനായിട്ട് ചിത്രം 2 കോടി പിന്നിട്ടിട്ടുണ്ട്. ഇന്നത്തെ ചിത്രത്തിന്റെ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ചിത്രം ഏകദേശം 1.5 കോടി രൂപ ഇന്നും ചിത്രം ഇന്ത്യൻ ബോക്സ് ഓഫീസിനായിട്ട് സ്വന്തമാക്കിയെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. ആദ്യ 6 ദിവസത്തെ ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ചിത്രം ഏകദേശം 55 കോടി രൂപയോളം സ്വന്തമാക്കി. ചിത്രത്തിന്റെ ഇന്നത്തെ കളക്ഷനോട് പുറത്തു വരുമ്പോൾ 57 മുതൽ 58 കോടി രൂപ വരെ സ്വന്തമാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തൊക്കെയാണ് കാത്തിരിക്കുക ഈ ഒരു ചിത്രങ്ങളുടെയൊക്കെ വരും ദിവസങ്ങളിലെ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകൾക്കായിട്ട്. അപ്പോൾ ഈ ആഴ്ചയും കഴിഞ്ഞ ആഴ്ചയും തിയേറ്ററിലെത്തിയ ചിത്രങ്ങൾ നിങ്ങളുടെ ഫേവറേറ്റ് ചിത്രമെന്ന് കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.